നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളിലാണ്. ആ പ്രതീക്ഷകളിൽ ഏറ്റവും വലുത് എന്താണെന്ന് ചോദിച്ചാൽ അത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മെ കാത്തിരിക്കുന്നത് എന്താണ്? ഈയൊരു ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ളത്. പുണ്യങ്ങൾ ചെയ്താൽ സ്വർഗം, പാപം ചെയ്താൽ നരകം. ലളിതമായ ഈയൊരു സമവാക്യത്തിലൂടെ മനുഷ്യന്റെ ഭയത്തെയും ആഗ്രഹങ്ങളെയും മതങ്ങൾ വരുതിയിലാക്കി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിലെ സ്വർഗസങ്കല്പത്തെക്കുറിച്ചാണ്. കേവലം ഒരു ആത്മീയ കേന്ദ്രം എന്നതിലുപരി ഖുർആനിലും ഹദീസുകളിലും വിവരിക്കപ്പെടുന്ന സ്വർഗം കേൾക്കുമ്പോൾ ഇത് ഒരു പ്രപഞ്ച സ്രഷ്ടാവിന്റെ വാഗ്ദാനമാണോ അതോ ഒരു യുദ്ധപ്രഭു തന്റെ പോരാളികൾക്ക് നൽകുന്ന പ്രലോഭനങ്ങളാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ് ഈ സ്വർഗത്തിലെ ഓഫറുകൾ? നമുക്ക് ഈ നിഗൂഢതകളിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ പല അധോലോക സിനിമകളിലും മാഫിയ കഥകളിലും കാണാറുണ്ട് ഒരു സംഘത്തലവൻ തന്റെ കൂടെയുള്ളവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നത്. നീ എന്റെ കൂടെ നിന്നാൽ എനിക്കുവേണ്ടി പോരാടിയാൽ നിനക്ക് നല്ല ഭക്ഷണം തരാം, താമസിക്കാൻ കൊട്ടാരം തരാം, ലഹരിയും സുന്ദരികളായ പെണ്ണുങ്ങളെയും തരാം. അക്ഷരാർത്ഥത്തിൽ ഇതേ ശൈലിയല്ലേ ഖുർആനിലെ സ്വർഗവർണ്ണനകളും പിന്തുടരുന്നത്? ഇത് കേവലം ഒരു ആരോപണമല്ല, ഖുർആനിലെ വചനങ്ങളിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും കടന്നുപോകുമ്പോൾ തെളിയുന്നൊരു വസ്തുതയാണ്. ഒരു ഗോത്രത്തലവൻ തന്റെ സൈന്യത്തിന് നൽകുന്ന അതേ റിവാർഡ് സിസ്റ്റം ഇവിടെ മതപരമായ പരിവേഷത്തോടെ അവതരിപ്പിക്കപ്പെടുന്നു. ഖുർആനിലെ 2-ാം അധ്യായം 23-ാം വചനത്തിൽ അല്ലാഹു ഒരു വലിയ വെല്ലുവിളി നടത്തുന്നുണ്ട്. നമ്മുടെ അടിയാന്റെ മേൽ നാം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. സത്യത്തിൽ ഇതൊരു യുക്തിപരമായ വെല്ലുവിളിയാണോ? ഒരിക്കലുമല്ല. കാരണം മനുഷ്യൻ എത്ര മികച്ച ഒരു രചന കൊണ്ടുവന്നാലും അത് ദൈവികമല്ല എന്ന് തള്ളിക്കളയാൻ വിശ്വാസികൾക്ക് എളുപ്പമാണ്. ഒരു കൃതിയുടെ ഗുണനിലവാരം അളക്കാൻ ഇവിടെ നിഷ്പക്ഷനായൊരു ജഡ്ജി ഇല്ലാത്തതുകൊണ്ടുതന്നെ ഈ വെല്ലുവിളി അർത്ഥശൂന്യമാണ്. എന്നാൽ ഇതിലും വിചിത്രം ആ വെല്ലുവിളിയുടെ തൊട്ടു പിന്നാലെ വരുന്ന ഭീഷണിയാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ ആ നരകത്തെ ഭയപ്പെടുക, അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അതായത് ഒന്നുകിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ കത്തിയെരിയുക. ചിന്തയേക്കാൾ ഭയത്തിന് മുൻഗണന നൽകുന്ന ഒരു ശൈലിയാണിത്. ഈ ഭീഷണിക്ക് ശേഷമാണ് കൊതിപ്പിക്കൽ തുടങ്ങുന്നത്. അറേബ്യയിലെ ചട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ദാഹിക്കുമ്പോൾ വറ്റാത്ത നീരുറവകൾ, വിശക്കുമ്പോൾ സ്വാദുള്ള ഭക്ഷണം, ആനന്ദിക്കാൻ ലഹരി, ലൈംഗികതയ്ക്കായി സ്ത്രീകൾ. ഈ ഭൗതിക ആഗ്രഹങ്ങളെ തന്നെയാണ് സ്വർഗത്തിലെ വലിയ പ്രതിഫലങ്ങളായി അല്ലാഹു അവതരിപ്പിക്കുന്നത്. അവിടെ പാലും തേനും ഒഴുകുന്ന പുഴകളുണ്ട്. കേടുകൂടാത്ത വെള്ളം, രുചിമാറാത്ത പാൽ, കുടിക്കുന്നവർക്ക് തലവേദനയോ ലഹരിയോ നൽകാത്ത മദ്യത്തിന്റെ പുഴകൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ഇവിടെ ഒരു ചോദ്യമുയരുന്നുണ്ട്. ലഹരി നൽകാത്ത പാനീയത്തെ എന്തിനാണ് മദ്യം എന്ന് വിളിക്കുന്നത്? ഭൗതിക ലോകത്ത് വിലക്കപ്പെട്ട ഒന്ന് സ്വർഗത്തിൽ അനുവദനീയമാക്കുമ്പോൾ അത് മനുഷ്യരിലെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്യലല്ലേ? ഹദീസുകളിലേക്ക് കടന്നാൽ ഈ വർണ്ണനകൾ കൂടുതൽ വിചിത്രവും ഭാവനാത്മകവുമാകുന്നു. സ്വർഗവാസികൾക്ക് നൽകുന്ന ആദ്യത്തെ വിരുന്ന് എന്താണെന്നറിയാമോ? ഭൂമി മുഴുവൻ ഒരു വലിയ റൊട്ടി പോലെയാകുമെന്നും അതിനോടൊപ്പം നൂൻ എന്ന വമ്പൻ മത്സ്യത്തിന്റെയും ബലാം എന്ന കാളയുടെയും കരളാണ് വിഭവമായി നൽകുക എന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നു. അവിടെ ഭക്ഷണം കഴിച്ചാൽ മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വരില്ല എന്നത് മറ്റൊരു കൗതുകകരമായ അവകാശവാദമാണ്. പകരം ഒരു ഏമ്പക്കത്തിലൂടെയോ കസ്തൂരി മണമുള്ള വിയർപ്പിലൂടെയോ അത് ദഹിച്ചുപോകും. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്രഷ്ടാവായ ഒരു ദൈവം മനുഷ്യന്റെ ദഹനപ്രക്രിയയെ ഇത്രത്തോളം മെക്കാനിക്കലായി വിവരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് യുക്തിപരമായി ചിന്തിക്കുന്ന ആർക്കും തോന്നിപ്പോകും. ഇനി നമുക്ക് ഏറ്റവും വിവാദപരമായ ഭാഗത്തേക്ക് വരാം. സ്വർഗത്തിലെ സ്ത്രീകൾ അഥവാ ഹൂറികൾ. ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നത് തുടുത്ത മാറിടമുള്ള തരുണികൾ എന്നാണ്. ചിപ്പികൾക്കുള്ളിൽ ഒളിച്ചുവെച്ച മുത്തുപോലെ വെളുത്ത സുന്ദരികൾ. അവരെ ഇതിനു മുമ്പ് മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചിട്ടില്ല. അവർ എപ്പോഴും കന്യകമാരായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു ദൈവം പുരുഷന്മാരെ ആകർഷിക്കാൻ സ്ത്രീകളുടെ ശരീരഘടനയെ ഇത്രമേൽ പ്രാധാന്യത്തോടെ വിവരിക്കുന്നത്? അറേബ്യയിലെ അടിമച്ചന്തകളിൽ പെണ്ണടിമകളെ വിൽക്കുമ്പോൾ അവരുടെ അളകളവുകൾ വിളിച്ചുപറയുന്ന അതേ വിപണന ശൈലിയല്ലേ ഇവിടെയും കാണുന്നത്? സ്ത്രീകൾക്ക് സ്വർഗത്തിൽ എന്താണ് ലഭിക്കുക എന്ന ചോദ്യത്തിന് മിക്കവാറും നിശബ്ദതയോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ സുഖത്തിനുള്ള ഉപാധിയായോ മാത്രമാണ് മറുപടിയുള്ളത്. വിശ്വാസികൾക്ക് ലൈംഗിക ബന്ധത്തിനായി 100 പുരുഷന്മാരുടെ കരുത്ത് നൽകപ്പെടുമെന്നും പ്രത്യേകിച്ച് രക്തസാക്ഷികൾക്ക് 72 ഹൂറികളെ ലഭിക്കുമെന്നും ഹദീസുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന പോരാളിക്ക് ഇതിലും വലിയൊരു പ്രലോഭനം നൽകാനുണ്ടോ? മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവനോട് നീ മരിച്ചാൽ നിനക്ക് 72 സുന്ദരികളെ ലഭിക്കും എന്ന് പറയുന്നത് വ്യക്തമായൊരു കച്ചവട തന്ത്രമാണ്. 9-ാം അധ്യായം 111-ാം വചനത്തിൽ ഖുർആൻ ഇത് പച്ചയായി പറയുന്നുണ്ട്. വിശ്വാസികളുടെ ദേഹവും സ്വത്തും അല്ലാഹു സ്വർഗത്തിന് പകരമായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇതൊരു ബിസിനസ് ഡീലല്ലാതെ മറ്റെന്താണ്? യുദ്ധം ചെയ്യുക,
പിരടികൾ വെട്ടുക, കൊല്ലുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഇതിനു പകരമായി നിങ്ങൾക്ക് ഒരു ആഡംബര സുഖവാസ കേന്ദ്രം ലഭിക്കും. അവിടെ മദ്യമുണ്ടാകും, സ്ത്രീകളുണ്ടാകും, മുത്തുകൾ പതിപ്പിച്ച കട്ടിലുകളിൽ ചാരിയിരുന്ന് നിങ്ങൾക്ക് ആനന്ദിക്കാം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനായൊരു ദൈവം എന്തിനാണ് ഇത്രയേറെ അപഹാസ്യമായ രീതിയിൽ മനുഷ്യന്റെ ലൈംഗിക തൃഷ്ണയെയും ഭക്ഷണത്തോടുള്ള ആർത്തിയെയും ചൂഷണം ചെയ്യുന്നത്? ഒരു ഉയർന്ന ബോധമുള്ള ദൈവത്തിന് ഇത്തരം ഭൗതിക സുഖങ്ങൾക്കപ്പുറം ആത്മീയമായ എന്തെങ്കിലും നൽകാനില്ലേ? സ്വർഗ്ഗത്തിലെ അധികാരശ്രേണികളെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയും മനുഷ്യർക്കിടയിൽ ഗ്രേഡുകളുണ്ട്. പ്രവാചകന്മാർക്കും രക്തസാക്ഷികൾക്കും ഉയർന്ന പദവി, സാധാരണക്കാർക്ക് താഴെ. ഈ ഭൂമിയിലുള്ള വിവേചനങ്ങൾ സ്വർഗ്ഗത്തിലും തുടരുന്നു എന്ന് പറയുന്നത് എത്രമാത്രം നീതിയുക്തമാണ്! ഇതൊക്കെ കാണിക്കുന്നത് 7-ാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ യുദ്ധങ്ങൾക്കിടയിൽ പോരാളികൾക്ക് വീര്യം പകരാൻ രൂപപ്പെടുത്തിയെടുത്ത ഒരാശയമാണിതെന്നാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ പലയിടത്തും ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ വചനങ്ങൾ നിഷ്പക്ഷമായി വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, ഇതൊരു ദൈവത്തിന്റെ വചനങ്ങളല്ല. മറിച്ച് തന്റെ അനുയായികളെ യുദ്ധത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി നിലനിർത്താൻ ഒരു നേതാവ് ചമച്ചുണ്ടാക്കിയ വാഗ്ദാനങ്ങൾ മാത്രമാണിത്. സ്ത്രീകളെ കേവലം ഒരു ഭോഗവസ്തുവായി മാത്രം ചിത്രീകരിക്കുന്നത് ആധുനിക കാലത്തെ ഏതൊരു മനുഷ്യത്വപരമായ മൂല്യബോധത്തിനും നിരക്കാത്തതാണ്. യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഇത്രത്തോളം തരംതാഴ്ന്ന ഓഫറുകൾ നൽകി മനുഷ്യനെ പ്രലോഭിപ്പിക്കുമോ? അതോ മനുഷ്യന്റെ ചിന്തയെയും വിവേകത്തെയും ബഹുമാനിക്കുമോ? മദ്യത്തിന്റെയും മാംസത്തിന്റെയും പെണ്ണിന്റെയും കഥകൾ പറഞ്ഞ് മനുഷ്യരെ മയക്കി യുദ്ധക്കളത്തിലേക്ക് വിടുന്ന ഒരു ദൈവത്തെയാണോ നമുക്ക് വേണ്ടത്? അതോ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഉന്നതമായ ആത്മീയ ബോധത്തിന്റെയും പാത കാട്ടിത്തരുന്ന ദൈവത്തെയോ? ചുരുക്കത്തിൽ, ഇസ്ലാമിലെ സ്വർഗ്ഗസങ്കല്പം എന്നത് 7-ാം നൂറ്റാണ്ടിലെ ഒരു സാധാരണ അറബിയുടെ ഭാവനയിൽ വിരിഞ്ഞ എല്ലാ ഭൗതിക സുഖങ്ങളുടെയും ഒരു സമാഹാരം മാത്രമാണ്. അത് ദൈവത്തിന്റെ സൃഷ്ടിയല്ല, മറിച്ച് മനുഷ്യന്റെ തീരാത്ത ആഗ്രഹങ്ങളുടെ പ്രതിഫലനം മാത്രമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ കണ്ണട മാറ്റിവെച്ച് യുക്തിയോടെ ആലോചിച്ചാൽ ഈ സ്വർഗ്ഗ ഓഫറുകൾ എത്രത്തോളം യുക്തിരഹിതമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.